ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കാത്തിരുന്ന നമ്മുടെ SSLCയുടെ റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യാണ്. എന്ത് പറഞ്ഞാലും ഒരു റിസൾട്ട് വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകും. കുട്ടികൾക്ക് മാത്രമല്ല, രക്ഷിതാക്കൾക്കും നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും ഒക്കെ ടെൻഷനുണ്ട് കേട്ടോ. പക്ഷേ അതൊരു പരിധി വിടാതെ നമ്മൾ നോക്കുക, കാരണം വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല. നല്ല റിസൾട്ട് തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. പരാജയം വളരെ വളരെ കുറവാണ്. വർഷങ്ങളായി നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യമാണത്. വളരെ കുറച്ച് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് എക്സാം എഴുതിയിട്ട് വീണ്ടും ഈ വർഷം തന്നെ +1 അഡ്മിഷൻ നേടാനുള്ള അവസരവും അതിനാണ് വെക്കുന്നത്. സേവ് എ ഇയർ. ഈ വർഷം നഷ്ടപ്പെടാതെ നമുക്ക് മറ്റു കുട്ടികളുടെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരവും അഥവാ ഗ്രേഡോ മറ്റോ കുറഞ്ഞു പോയി തോന്നുകയാണെങ്കിൽ റീവാലുവേഷനോ കൊടുക്കാനുള്ള അവസരവും നമ്മൾ എഴുതിയ മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ. നമുക്കറിയാം, ഒരു SSLC റിസൾട്ട് എന്ന് പറഞ്ഞാൽ SSLCയുടെ മാർക്ക് ഗ്രേഡൊക്കെ +1 അഡ്മിഷനാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. ഭൂരിഭാഗം പേർക്കും എവിടെയെങ്കിലും ആയിട്ട് +1 അഡ്മിഷൻ കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ കിട്ടണമെന്ന് വെക്കുമ്പോഴേ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ വരുമല്ലോ. എങ്കിലും ഭൂരിഭാഗം പേരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഭൂരിഭാഗം പേരും സേഫാണ്. കുറച്ച് പേർക്കൊക്കെ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട സ്കൂൾ എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുള്ളൂ. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതാണ്. അതും മറികടക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. എവിടെ പഠിച്ചാലും ഏത് പഠിച്ചാലും നന്നായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ട്. അതിലൊന്നും ഒരു സംശയമില്ല. എന്തായാലും ഇപ്പോൾ ഈ റിസൾട്ടിനെ കുറിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. എല്ലാവർക്കും പൊതുവെ നല്ല റിസൾട്ട് തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാം. പ്രാർത്ഥിക്കാം നമുക്ക് നല്ല റിസൾട്ടിനായി. ഇനി +1 അഡ്മിഷനാണ്. ഇഷ്ടപ്പെട്ട കോഴ്സ് കോമ്പിനേഷൻ അതൊക്കെ നോക്കി വെക്കുക, ആപ്ലിക്കേഷൻ കൊടുക്കുക. അതൊക്കെ ഓൺലൈൻ അലോട്ട്മെൻറ്റാണ്, എല്ലാം അറിയാം. എന്തായാലും കൂളായിരിക്കുക, ടെൻഷൻ അടിക്കാതെ നന്നായി ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. നല്ല റിസൾട്ട്. നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഉടനെ വെബ്സൈറ്റിൽ കയറി ചിലപ്പോൾ സൈറ്റ് ബിസി ആയിരിക്കും. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പതിയെ, കാരണം എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ട് കയറുമ്പം ബിസി ആയി പോയേക്കാം. പതിയെ വരും. നമ്മുടെ ടീച്ചേഴ്സ് റിസൾട്ടൊക്കെ എടുത്ത് ഇട്ട് തരും. ഓക്കെ, എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.